ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ആക്ടിവിറ്റി 7. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ പിക്ചർ ദാറ്റ് റിഫ്ലക്റ്റ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. കൈൻഡ്നസ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് നേരെ ടിക്ക് ഇടാനാണ് പറയുന്നത്. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ദയ, നല്ല കാര്യങ്ങൾ അല്ലേ, ദയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടിക്ക് ഇടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ. ഇവിടെ 6 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ പിക്ചറിൽ നോക്കാം. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു കുട്ടി ഒരു ഓൾഡ് മാനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ആക്ടിവിറ്റി എന്താണ്? കൈൻഡ്നസ് ആണ് അല്ലേ, ദയയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ആ ഒരു ആക്ടിവിറ്റിക്ക് നേരെ ടിക്ക് കൊടുക്കാം അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കാണിക്കുന്നത്? ഒരു കുട്ടി റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നു. അവിടെ കൈൻഡ്നസ് ആയിട്ടൊന്നുമില്ല, നല്ലൊരു പ്രവൃത്തിയാണ്, സൈഡിലൂടെയാണ് പോകുന്നത്. ഇവിടെ കൈൻഡ്നസ് ഇല്ല, അപ്പോൾ അതിന് ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തേർഡ് എന്താണ്? കുറേ ബോയ്സ് ഉണ്ട് അവിടെ. അപ്പോൾ 2 ബോയ്സ് അടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എന്താണ് അത് നോക്കി ചിരിക്കുന്നു. അതൊരു ബാഡ് ഹാബിറ്റാണ്, അപ്പോൾ അതിന് ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പിക്ചറിൽ ഒരു ബോയ് TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അതും ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റാണ്, അതിന് ടിക്ക് കൊടുക്കുന്നില്ല. ഇനി അടുത്ത പിക്ചറിൽ ഒരു ഗേള് ബെഗ്ഗറിന് വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു കൈൻഡ്നെസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, നല്ല ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കതിന് ഒരു ടിക്ക് കൊടുക്കാം. ഇതും ഒരു നല്ല കൈൻഡ്നെസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ബോയ് പപ്പിക്ക് വെള്ളം കൊടുക്കുകയോ അതിനെ കെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.